ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ 1 കിലോ വാട്ടിൻ്റെ ഒരു MPPT സോളാർ സിസ്റ്റത്തിൽ അയൺ ബോക്സ് ഉപയോഗിച്ച് നമുക്ക് തുണികൾ എങ്ങനെ തേച്ച് മടക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നിവിടെ കാണിക്കുന്നത് UTL എന്ന കമ്പനിയുടെ 1 kVA 12 വോൾട്ട് ഗാമ പ്ലസും അതിൻ്റെ കൂടെ 150 AHൻ്റെ 5 ഇയർ ഗ്യാരണ്ടിയുള്ള ബാറ്ററി 330 വാട്ടിൻ്റെ 3 പോളിക്രിസ്റ്റലൈൻ പാനലുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സിസ്റ്റത്തിൽ നമുക്ക് മാക്സിമം എത്ര ലോഡ് വരെ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോയിലും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഒരു അയൺ ബോക്സ് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഒക്കും, ഫ്രീ ആയിട്ടുള്ള എനർജിയിൽ നമുക്ക് തുണികളൊക്കെ തേച്ച് മടക്കാൻ എങ്ങനെ ഒക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഇന്നിവിടെ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ ബാക്കിൽ ഡയറക്റ്റാണ് ഈ അയൺ ബോക്സ് കണക്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു ചാർജിങ് കേബിൾ, നമ്മുടെ 3 പിൻ പ്ലഗ് ഉണ്ടാവും, ഒരു ഇൻവെർട്ടറിന് 3 പിൻ പ്ലഗ്, ആ പ്ലഗ് നമ്മൾ കണക്ട് ചെയ്യാതെ ഡിസ്കണക്ട് ചെയ്ത് അതിൽ ഇട്ടിട്ടാണ് നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ സോളാർ പാനലിൻ്റെ ആ ഒരു നെഗറ്റീവും പോസിറ്റീവും 2 വയറും, പിന്നെ നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും 2 വയർ, ഇത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഈ ഊർജ്ജത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് സോളാർ പാനലിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് 2 വയർ വരുന്നു. നിങ്ങൾക്ക് ഞാൻ ക്ലാം മീറ്റർ അതിൽ ഉപയോഗിച്ചിട്ട് അതിനകത്തും ആംബിയർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ അത് കണ്ട് മനസ്സിലാക്കാൻ ഒക്കും. കാരണം ഇത് ഒരു ഫേക്കായിട്ടുള്ളൊരു വീഡിയോ അല്ല, ഇത് ഡയറക്റ്റ് ലൈവ്. അതിൻ്റെ കാരണം 600 വാട്ട്സ് ഉള്ള ഒരു അയൺ ബോക്സ് നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ ഒക്കും എന്നുള്ളതിനൊരു തെളിവ്. നല്ല വെയിലുള്ളപ്പോൾ മാത്രം, അതായത് ഉച്ച സമയത്ത് നമുക്കൊരു 11:30-12 മണിക്കൊക്കെ നല്ല വെയിലാവും. അപ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററി ഓൾറെഡി ഫുൾ ചാർജ് ആയിരിക്കും. അപ്പോൾ അതുപോലെ 3 മണിക്ക് ഉള്ളിൽ, അതായത് 12 മണിക്കും അല്ലെങ്കിൽ 11 മണിക്കും 3 മണിക്കും ഒക്കെ ആയിട്ട് ഇടയിലുള്ള ഒരു 2-3 മണിക്കൂർ നമുക്ക് തുണിയൊക്കെ നല്ലവണ്ണം അയൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫുൾ കവറേജുള്ള പാനൽ, അതായത് ഇപ്പോൾ ഞാനിവിടെ 1000 വാട്ടോളം ഉള്ള പോളിക്രിസ്റ്റലൈൻ പാനലാണ് ഉപയോഗിക്കുന്നത്. ലേറ്റസ്റ്റ് അല്ല, ഇത് എൻ്റെ പഴയ സിസ്റ്റം ആയതുകൊണ്ട് പോളിക്രിസ്റ്റലൈൻ പാനലാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് ഞാൻ ഇത് നിങ്ങളെ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ 1000 വാട്ട് എനിക്ക് പാനലുള്ളതുകൊണ്ട് എനിക്ക് ബാറ്ററിയിലെ ഊർജ്ജം ഉപയോഗിക്കത്തക്ക രീതിയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 600 വാട്ട്സ് ഉള്ള ഒരു ഹാവൽസിൻ്റെ ഇൻസ്റ്റ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഞാനിപ്പോൾ ഇവിടെ അയൺ ചെയ്ത് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഏതൊക്കെ സമയങ്ങളിൽ നമുക്ക് ഈ ഒരു അയൺ ബോക്സ് വെച്ചിട്ട് ഉപയോഗിക്കാൻ ഒക്കും എന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് ഈ ഒരു സോളാർ ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ തന്നെ അയൺ ബോക്സ് കണക്ട് ചെയ്തിട്ട് അത് ചൂടാക്കി ആ ഒരു നിങ്ങൾക്ക് തുണികൾ ഞാൻ കുറേയധികം തുണികൾ അയൺ ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോകളാണ് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ KCB ലൈന്, അത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി ഇതിനകത്ത് ചാർജിങ്ങിലില്ല, അല്ലെങ്കിൽ അത് ഡിസ്കണക്റ്റഡ് ആണെന്ന് അതിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഈ LCD ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് KCB ലൈൻ ഇല്ല. അപ്പോൾ അവിടെ തന്നെ മുകളിൽ എഴുതി വയ്ക്കും മെയിൻ ഓഫ് എന്ന് നമുക്കവിടെ കാണിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വോൾട്ടേജ് ഇല്ല, അതിൻ്റെ ഹെഡ്സ് ഇല്ല, അങ്ങനെയുള്ള ആ ഒരു ലിസ്റ്റൊക്കെ ആ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് KCB ഇതിനകത്ത് കണക്റ്റഡ് അല്ല. ഡയറക്റ്റ് നമ്മൾ അയൺ ബോക്സിൻ്റെ വയർ പ്ലഗ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ അയൺ ബോക്സ് ചൂടാവുന്നു. ഷർട്ട്, പാൻറ്റ്, അങ്ങനെയുള്ള ഡ്രസ്സ് ഐറ്റംസൊക്കെ ഞാനിവിടെ അയൺ ചെയ്ത് നിങ്ങളെ ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചില ഞാൻ എടുത്തിട്ട് അതും അയൺ ചെയ്ത് അതായത് അത് ചൂട് ഉണ്ട്, അയൺ ബോക്സിന് ചൂടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി, കാരണം ഫേക്ക് അല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു പച്ചില അതിനെ ചൂടാക്കി അതിനെ വാട്ടി നിങ്ങളെ അതിനെ കാണിക്കുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ സിംഗിൾ ബാറ്ററിയിൽ 12 വോൾട്ടിൻ്റെ ഒരു 150 AHൻ്റെ ബാറ്ററി മാത്രമാണ് നമുക്കിവിടെ സപ്പോർട്ടുള്ളത്. അപ്പം 1000 വാട്ടിൻ്റെ ആ സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന ആ മുഴുവൻ ഊർജ്ജവും നമ്മളിവിടെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഇത് മാക്സിമം നമ്മൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാനായിട്ട് ഉള്ള ഒരു വഴി. ഇപ്പം ഞാനിത് ഡയറക്റ്റ് ഈ ഒരു തുണി അയൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ അയൺ ബോക്സിൻ്റെ ആ ഒരു ലൈറ്റ്, അതായത് ഇൻഡിക്കേറ്റർ, അത് അതിൻ്റെ ഹീറ്റർ ഓണാകുന്ന സമയത്ത്, അല്ല ആ ഒരു കോയിൽ ഓണാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ലൈറ്റാണത്. അപ്പോൾ ആ ലൈറ്റ് ഓണാവുകയും അത് ആ ഒരു ടെമ്പറേച്ചർ വെച്ചിരിക്കുന്ന ആ ഒരു ചൂട് ആ ഒരു ലെവലാകുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഓഫ് ആവുകയും, അപ്പോൾ അത് നിങ്ങൾക്ക് ഡിസ്പ്ലേയിലും അതിൻ്റെ ആ ഒരു എഫക്റ്റ് അറിയാനൊക്കും. കാരണം
ആ ഒരു ആംബിയർ നമുക്ക് ആ ക്ലാമീറ്ററിലും കാണിക്കുന്നുണ്ട്. 20, 22, 23 ആംബിയർ വരെയൊക്കെ നമുക്ക് വരുന്നുണ്ട് ഇത് ചൂടാവുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് 28 നമുക്ക് കുറഞ്ഞിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് ആംബിയർ ആക്കിയിട്ട് ബൂസ്റ്റ് ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. ഞാൻ വെയിലുള്ള സമയത്തൊക്കെ മിനിമം ഉച്ചയ്ക്ക് 2 മണിക്കൂറൊക്കെ ഇതുപോലെ തുണികളൊക്കെ എടുത്ത് അയൺ ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പം എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ലെന്ന് പറഞ്ഞാൽ വളരെ കുറവായിട്ടാണ് വരുന്നത്. കാരണം തുണി അയൺ ചെയ്യുന്നതിന് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ KSEBിക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഹാവൽസിൻ്റെ ഇൻസ്റ്റ എന്ന് പറഞ്ഞൊരു മോഡൽ നമ്മൾ ഈ UTL ഗാമ പ്ലസിൽ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ അതിനകത്ത് 55% ആണ് അതിനകത്ത് ലോഡ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാറ്ററിയുടെ വോൾട്ടേജ് കുറയാതെ തന്നെയാണ്, അതായത് 13 വോൾട്ടിന് താഴോട്ട് ഇതിനകത്ത് വരുന്നതായിട്ട് കാണിക്കുന്നില്ല. അതായത് എന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചാൽ ഇതിനൊരു ഫുൾ കവറേജായിട്ട് പാനൽ സപ്പോർട്ടുണ്ട്. 1000 വാട്ടോളം പാനൽ സപ്പോർട്ടായിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ബാറ്ററിയുടെ ഊർജ്ജം അവിടെ കുറയുന്നില്ല. അതിൽ അപ്പം 1000 വാട്ട് പാനലോളം ഇല്ല, അതിൽ താഴെയാണ് പാനലെങ്കിൽ ഒരു 500 വാട്ട് അല്ലെങ്കിൽ 600 വാട്ട് പാനലൊക്കെ ഉള്ള ഒരു സിസ്റ്റത്തിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ബാറ്ററിയുടെ ഊർജ്ജം അത് താഴാനായിട്ട്, അതായത് ലോ വോൾട്ടേജിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗാമ പ്ലസിൻ്റെ 1000 വാട്ട് പാനൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, മിക്സി, അയൺ ബോക്സ്, ഫാന്, LED TV ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഞാൻ പകൽ സമയത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇലക്ട്രിസിറ്റി വളരെ ബില്ല് വരുന്നത് വളരെ കുറച്ചേ വരാറുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 150 എച്ചിൻ്റെ ഒരു 12 വോൾട്ട് ബാറ്ററിയിലാണ് നമ്മൾ ഈ സപ്പോർട്ട് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. കാരണം ബാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഈ 1000 വാട്ട് പോളിക്രിസ്റ്റലൈൻ പാനൽ എന്ന് പറഞ്ഞാൽ പഴയ ടൈപ്പുകളാണ്. ആ ഒരു ടൈപ്പ് പാനൽ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഒരു ഊർജ്ജം ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പം എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ല് മാക്സിമം ഇപ്പം വളരെ കുറവാണ്. ഇപ്പോഴും ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് കൂടിയിരിക്കുന്ന സമയത്ത് എനിക്ക് 2 മാസത്തേക്ക് 400 രൂപ ടൈപ്പ് ബില്ലാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള ഒരു സിസ്റ്റം ഉള്ളവർക്ക് ഇതുപോലെ ഹാവൽസിൻ്റെ ഇൻസ്റ്റ 600 വാട്ട് ഡ്രൈ അയൺ എന്ന് പറഞ്ഞ മോഡൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് ആമസോണിൽ ലഭിക്കുന്നതാണ്. ഞാനും ആമസോണിൽ തന്നെയാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ MRP വന്നിട്ട് 845 രൂപയാണ് ഇതിനകത്ത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇതുപോലെയുള്ളൊരു സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാനൽ കവറേജ് വേണമേ, പാനൽ 500 വാട്ട് 300 വാട്ടൊക്കെ കൊടുക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഉപയോഗിച്ചാൽ ബാറ്ററി പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റമൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഉപയോഗിച്ച് നിങ്ങൾക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ ഒരു അയൺ ബോക്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് ആയിട്ട് കാണുക. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ ഒക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക.
ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.